ഹലോ ഗൈസ്, വെൽക്കം ടു അവർ അനദർ വ്ളോഗ്. ഇന്ന് ഞങ്ങൾ പോകാൻ പോകുന്നത് ഫോർട്ട് കൊച്ചിയിലേക്കാണ്. ഇതും കുറേ നാളായി പറയാറുണ്ടായിരുന്നു മെട്രോയിൽ പോകണം കേട്ടോ. അതിൻ്റെ ഒരു സന്തോഷമാണ് നിങ്ങളിപ്പോൾ ആദ്യം കണ്ടതൊക്കെ. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ആള്. ഞങ്ങൾ പാലാരി വട്ടത്തിൽ നിന്ന് മെട്രോയിൽ കയറിയിട്ട് മഹാരാജാസ് പോയി ഇറങ്ങി അവിടെ നിന്ന് ബോട്ട് ചെറ്റി പോയി ബോട്ട് പിടിച്ച് ഫോർട്ട് കൊച്ചി പോകാനാണ് പ്ലാൻ ഉണ്ടായിരുന്നത്. അങ്ങനെ ഭയങ്കര സംസാരമൊക്കെ ആയിരുന്നു മെട്രോയിനകത്ത്. അങ്ങനെ മഹാരാജാസ് എത്തി, അവിടെ ഇറങ്ങി ഞങ്ങൾ ബോട്ട് ചെട്ടി വഴി പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടേക്ക് നടന്നു. അവിടെ കുറേ ഒരു സ്റ്റാച്ചു ഉണ്ട് കേട്ടോ, ഒരു എലിഫൻറ്റിൻ്റെ. അതേപോലെ തന്നെ കുറേ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറേ കണ്ടൻറ്റുകൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആനനെ കുറിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചെക്കൗട്ട് ചെയ്ത് പുറത്തിറങ്ങി. അങ്ങനെ ബോട്ട് ചെട്ടിയിലേക്ക് നടന്നു. പിന്നെ അവിടുന്ന് ബോട്ട് പിടിച്ച് പോകാനായിരുന്നു ഉദ്ദേശിച്ചത്. ഏട്ടൻ പറയാറുണ്ടായിരുന്നു, ആ കാണുന്ന ബോട്ടില്ലേ അതിലാണ് നമ്മൾ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അവിടെ. അങ്ങനെ ഫോർട്ട് കൊച്ചിയിലേക്ക് ഞങ്ങൾ 3 പേർക്കുള്ള ടിക്കറ്റ് എടുക്കാൻ, ഏട്ടൻ ടിക്കറ്റ് എടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഇതിനാണ്ട് വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം കാത്തു നിന്നു. ആ ബോട്ടിലേക്ക് കയറുകയാണ് ഞങ്ങൾ. അങ്ങനെ കയറി. എൻ്റെ ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു ബോട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇതിന് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ആ പുറത്ത് വന്ന് ആ ബോട്ട് നോക്കുക ഒക്കെ ചെയ്യാമെന്നുണ്ടായിരുന്നു. ആ കാണുന്നൊരു സിമെൻറ്റ് ഫാക്ടറി കേട്ടോ. അങ്ങനെ കുറേ നല്ല കാഴ്ചകളുണ്ടായിരുന്നു പുറത്ത്. നല്ല വ്യൂ ആയിരുന്നു പുറത്ത്. കൊച്ചിയിൽ വരുമ്പോൾ ഒരു തവണയെങ്കിലും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ ഇത്. ഇവിടുത്തെ ബോട്ട് റൈഡിങ്. നല്ല വ്യൂവും നല്ല കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് നേരം മാനസികമായിട്ടുള്ള ഒരു ഉന്മാദം നമുക്കതിൽ നിന്ന് കണ്ടെത്താൻ പറ്റും. അങ്ങനെ ഞങ്ങൾ മട്ടാഞ്ചേരി ഇറങ്ങി. അവിടെ നിന്ന് കുറച്ച് നടന്ന് അവിടെ കുറേ പഴയ കെട്ടിടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അവിടെ ഈ ഓട്ടോച്ചേട്ടന്മാരെ ഞങ്ങൾ കുറേ കൺവിൻസ് ചെയ്യാൻ നോക്കി, ഞങ്ങൾ കൊണ്ട് കാണിച്ചു തരാം, പിന്നെ സ്ഥലത്ത് കൊണ്ട് ഇറക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അവിടെ നിന്ന് മൈൻഡ് ചെയ്യാതെ നടന്നുകൊണ്ടിരുന്നു. ഇവിടെയാണ് ജങ്കാല വന്ന് ഇറങ്ങാറുള്ളത്. അങ്ങനെ അവസാനം ഞങ്ങൾ ഫോർട്ട് കൊച്ചി എത്തിയിട്ടുണ്ട്. ഇവിടെ കുറേ കച്ചവടക്കാരുണ്ട്. നല്ല നല്ല ഭംഗിയുള്ള ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ഞാൻ കുറേ നാളായി കേട്ടിട്ടുണ്ട് ചീരാസോട മേടിക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നു. പേട്ടനൊന്ന് മേടിച്ച് തന്നു. ഇതിന് അതേപോലെ ബബിൾസ് ഉണ്ടാക്കുന്ന ഒരു സാധനം മേടിച്ചിട്ടായിരുന്നു. അപ്പുറത്ത് കുറേ കച്ചവടക്കാരുണ്ട്. ഡ്രസ്സായിട്ടും പല ശില്പങ്ങളായിട്ടും ചെറിയ ശില്പങ്ങളായിട്ടും. ഇത് എൻ്റെ അടുത്ത് തൊട്ടടുത്ത് തന്നെ ഒരു പാർക്ക് ഉണ്ടായിരുന്നു. അവിടെ ഇതിന് കളിക്കാനും കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അത് എല്ലാതും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കുറച്ച് നേരം കൂടി നടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വീണ്ടും മുന്നോട്ട് നടന്നു. അവിടെ കുറേ കെട്ടിടങ്ങളും ഈ വീട് നമുക്ക് പരിചയം ഉണ്ടാകും. കാരണം ഈ വീട് നമ്മുടെ മമ്മൂക്ക അഭിനയിച്ച ബിഗ് ബി എന്ന സിനിമയിലെ ഒരു ലൊക്കേഷനായിരുന്നു. അങ്ങനെ ഇപ്പോൾ വീട് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ, പെയിൻ്റൊക്കെ ചെയ്ത് പഴയ പോലെയല്ല, ആ ഭംഗിയൊക്കെ നഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ കുറച്ചുകൂടി മുന്നോട്ട് നടന്നു. ഇതിലേതൊരു വീട്ടിലാണ് യസ്രൻ്റെ ലൊക്കേഷന് ഷൂട്ട് ചെയ്തിട്ടുള്ളതെന്ന് ഏട്ടൻ പറയുന്നുണ്ടായിരുന്നു. ഇതാണ് സാൻ ഫ്രാൻസിസ് പള്ളി കേട്ടോ. ഇവിടെയാണ് വാസ്കോ ഡ ഗാമയുടെ ഭൗതിക ശരീരം ആദ്യം അടക്കം ചെയ്ത് പിന്നെ ഇവിടെ നിന്ന് മാറ്റിയതാണ്. ഞങ്ങൾ അവിടേക്ക് ആദ്യം കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ ക്രിസ്മസിനുള്ള കരോളും ഇത് പഠിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ. കുറച്ച് നേരം അവിടെ ഇരുന്ന് റിലാക്സ് ആയ ശേഷം വീണ്ടും പുറത്തേക്ക് ഇറങ്ങി. ഞാനിതിനും കുറേ ചാടി പോകുന്നുണ്ടായിരുന്നു. അവിടെ കുറേ പഴമ തോന്നിക്കുന്ന കുറേ പഴയ കെട്ടിടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ തിരിച്ചു പോകാനുള്ള സമയമായി. ഞങ്ങൾ നടന്നുകൊണ്ടിരുന്നു. നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വാട്ടർ മെട്രോ സ്റ്റേഷൻ്റെ അടുത്തെത്തി. അവിടെ നിന്ന് ഞങ്ങൾ ഹൈക്കോർട്ടിലേക്ക് ടിക്കറ്റ് എടുത്തു. നല്ല ഭംഗിയുണ്ട് പുറത്തേക്ക് നോക്കുമ്പോൾ ആ ചീനവലയൊക്കെ കാണുമ്പോൾ. എൻ്റെ ലൈഫിലെ ആദ്യത്തെ ഒരു ബോട്ട് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ എനിക്കിത് എൻ്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത ഒരു സംഭവം തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ എത്താൻ പോവുകയാണ്. മറൈൻ ഡ്രൈവിൻ്റെ പാലം കാണുന്നുണ്ട്. നമ്മൾ ഹൈക്കോർട്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അതിൻ്റെ സൈഡിൽ കുറേ
എന്താ പറയുക, കുൽക്കി സർബത്തിൻ്റെ കുറേ കടകളുണ്ടായിരുന്നു കേട്ടോ. നല്ല നല്ല ഉപ്പിലിട്ട് സാധനങ്ങളൊക്കെ ഇങ്ങനെ കാണാറുണ്ടായിരുന്നു അവിടുന്ന് നോക്കുമ്പോൾ. അങ്ങനെ ഞങ്ങൾ ഓട്ടോ വിളിച്ചാണ് പിന്നെ മെട്രോ സ്റ്റേഷനിലേക്ക് പോയത്. ഓട്ടോക്കാരൻ അറുത്താണ് പൈസ മേടിച്ചത് എന്ന് തന്നെ പറയാം. അങ്ങനെ ഞങ്ങളിത് മെട്രോയിൽ കയറി തിരിച്ച് പാലാവട്ടത്തെത്തി അവിടെ വന്ന് ഇറങ്ങി. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോയിൽ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.